നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വയനാട് ജില്ല. വയനാട് ജില്ല രൂപീകരിച്ചത് 1980 നവംബർ 1. വയനാടിൻ്റെ ആസ്ഥാനം കൽപ്പറ്റ. വയനാടിൻ്റെ പുരാതന നാമം പുരക്കിഴിനാട്. കേരളത്തിലെ ഏക പീഠഭൂമി വയനാട്. വയനാട്ടിലെ ഒരേയൊരു മുനിസിപ്പാലിറ്റി കൽപ്പറ്റ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല വയനാട്. കേരളത്തിലെ കാപ്പിയുടെയും ഇഞ്ചിയുടെയും മുൻനിര ഉൽപ്പാദകൻ വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകൾ ഉള്ള ജില്ല വയനാട്. കേരളത്തിൽ വനപ്രദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശതമാനമുള്ള ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മെഡിക്കൽ കോളേജ് വയനാട്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട്. വയനാടിൻ്റെ കവാടം ലക്കിടി. കേരളത്തിലെ ചിറാപൂഞ്ചി ലക്കിടി. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട്. സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. കേരളത്തിലെ ഹൈറേഞ്ച് മേഖലയ്ക്കായി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലവയൽ. പൂർണ്ണമായും പൂർത്തിയാക്കിയ ആദ്യത്തെ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്ത് അമ്പലവയൽ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മല. കുറുവാദ്വീപ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കബനി നദി. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം സുൽത്താൻ ബത്തേരി. കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടലി. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത ശുദ്ധജല തടാകം പൂക്കോട് തടാകം. പൂക്കോട് തടാകത്തിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യം പീത പൂക്കഡൻസിസ്. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെമ്പ്ര കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കാരാപ്പുഴ. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം ഇന്ന് അറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ സമരം നടന്നത് 2003 ഫെബ്രുവരി 19. സ്ഥലം മുത്തങ്ങ ഗ്രാമം. ആദിവാസി ഗോത്ര മഹാഭാരതത്തിൻ്റെയും മുത്തങ്ങ സമരത്തിൻ്റെയും നേതാവ് CK ജാനു. വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ കുറുമർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടൻ, പണിയർ, അടിയാൻ, ഊരാളി. ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത് അടിയൻ ഗോത്രം. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ടോപ്പ് സോളാർ പാനൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാം. അനന്തനാഥ് സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ പുളിയാർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. കോട്ടമുണ്ട് ഗ്ലാസ് ക്ഷേത്രം അറിയപ്പെടുന്നത് കണ്ണാടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വല്ലരിമല. എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുറ്റി കുന്നുകൾ. ഫാൻറ്റം റോക്ക് അല്ലെങ്കിൽ ചീങ്ങേരി മല സ്ഥിതി ചെയ്യുന്നത് വയനാട്. വയനാട്ടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ മീൻമുട്ടി വെള്ളച്ചാട്ടം, സൂചിപ്പാറ, ചെതലയം, കാന്തൻപാറ. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ PBR പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. വിഷകന്യക എന്ന നോവൽ എഴുതിയത് SK പൊറ്റക്കാട്. വിഷകന്യക എന്ന നോവൽ ഏത് വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? വയനാട് കുടിയേറ്റത്തെ. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. വയനാട്ടിലെ പ്രധാന ഭാഷ മലയാളം.
വയനാട് ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പശ്ചിമഘട്ടം. വയനാട്ടിൽ പ്രസിദ്ധമായ കൃഷി സുഗന്ധവ്യഞ്ജനങ്ങൾ. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം മുത്തങ്ങ. വയനാട്ടിലെ പ്രമുഖ ഗോത്രം പണിയ. വയനാട്ടിലൂടെ ഒഴുകുന്ന നദി കബനി. വയനാടിൻ്റെ എലവേഷൻ റേഞ്ച് 700 മുതൽ 2100 മീറ്റർ വരെ. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെമ്പ്ര. വയനാട്ടിൽ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷം ഓണം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട്. വയനാടിൻ്റെ സാക്ഷരതാ നിരക്ക് 89%. വടക്ക് വയനാടിൻ്റെ അതിർത്തി ജില്ല കണ്ണൂർ. കിഴക്ക് വയനാടിൻ്റെ അതിർത്തി ജില്ല മൈസൂർ. വയനാട്ടിലെ പ്രശസ്തമായ ഒരു ചരിത്ര കേന്ദ്രം എടയ്ക്കൽ. വയനാട്ടിലെ പ്രശസ്ത ട്രക്കിംഗ് കേന്ദ്രം ചെമ്പ്ര. വയനാട്ടിലെ കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥ. വയനാട്ടിലെ ഒരു പ്രധാന സാമ്പത്തിക പ്രവർത്തനം കൃഷി. വയനാട്ടിലെ പ്രസിദ്ധമായ ഗോത്ര നൃത്തരൂപം നെല്ലുകുത്ത്. വയനാട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോട്. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ലക്കിടി. വയനാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളച്ചാട്ടം മീൻമുട്ടി. സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടാതെ വയനാട്ടിൽ സാധാരണ കൃഷി ചെയ്യുന്ന വിള കാപ്പി. വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവം കർക്കിടകം. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ബാണാസുര. വയനാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ തടാകം പൂക്കോട്. വയനാട് ഏത് മലനിരകളുടെ ഭാഗമാണ്? നീലഗിരി. വയനാട്ടിലെ ഔദ്യോഗിക വാഹന രജിസ്ട്രേഷൻ കോഡ് KL 12. വയനാട്ടിലെ ഏത് ഗുഹയിലാണ് പുരാതന ശിലാലിഖിതങ്ങൾ ഉള്ളത്? എടയ്ക്കൽ ഗുഹ. വയനാട്ടിലെ പ്രധാന മതം ഹിന്ദുമതം. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മണ്ണ് അണക്കെട്ട് ബാണാസുര. വയനാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന തോട്ടം തേയിലത്തോട്ടം. വയനാട്ടിലെ പ്രശസ്തമായ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ തോൽപ്പെട്ടി. വയനാട്ടിലെ വിളവെടുപ്പ് കാലമായ ഉത്സവം വിഷു. വയനാട്ടിൽ ഏത് തരം വനമാണ് കാണപ്പെടുന്നത്? ഉഷ്ണമേഖല. വയനാട്ടിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പുരാതന ക്ഷേത്രം തിരുനെല്ലി. വയനാട്ടിലെ ഇക്കോ ടൂറിസം പദ്ധതി വയനാട് വന്യജീവി സങ്കേതം. കർണാടകയിലെ ഏത് ജില്ലയാണ് വയനാട് അതിർത്തിയായിരിക്കുന്നത്? മൈസൂർ. പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ ഭാഗമായ വയനാട്ടിലെ വന്യജീവി സങ്കേതം മുത്തങ്ങ. വയനാട്ടിലെ ജനസാന്ദ്രത 383 ചതുരശ്ര കിലോമീറ്റർ. വയനാടൻ വനങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മരങ്ങൾ തേക്ക്. പടിഞ്ഞാറ് വയനാടിൻ്റെ അതിർത്തി ജില്ല കോഴിക്കോട്. വയനാട്ടിലെ ജനപ്രിയമായ ഒരു തദ്ദേശീയ കലാരൂപം പണിയാട്ടം. ചെമ്പ്ര തടാകത്തിൻ്റെ ആകൃതി ഹൃദയാകൃതി. വയനാട്ടിലെ ഒരു പൊതുഗതാഗത മാർഗം ബസ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സാധാരണയായി കാണപ്പെടുന്ന മൃഗം ആന. ഏത് തരത്തിലുള്ള വിനോദസഞ്ചാരമാണ് വയനാട്ടിൽ അറിയപ്പെടുന്നത്? ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏക ഹിൽ സ്റ്റേഷൻ ലക്കിടി. വയനാടുമായി ബന്ധപ്പെട്ട ചരിത്രപുരുഷൻ പഴശ്ശി. വയനാട്ടിലൂടെ കടന്നുപോയ പുരാതന വ്യാപാര പാത മസാല. ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം വയനാട്ടിലെ ജനസംഖ്യ 8,16,558. കാപ്പി കൂടാതെ വയനാട്ടിൽ പ്രസിദ്ധമായ വിള കുരുമുളക്. വയനാട്ടിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനം KVASU. വയനാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി കടുവ. 2024 വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് ജൂലൈ 30. വയനാട്ടിലെ ഏത് ഗ്രാമത്തിലാണ് ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത്? പുത്തുമല. വയനാട് ഉരുൾപൊട്ടലിന് പ്രാഥമിക കാരണമായ പ്രകൃതിദത്ത പ്രതിഭാസം മഴ. പുത്തുമലയിൽ പ്രചാരത്തിലുള്ള കൃഷിയിനം ഏലം. റിപ്പോർട്ടുകൾ പ്രകാരം മണ്ണിടിച്ചിലിന് കാരണമായ മനുഷ്യപ്രവർത്തനം വനനശീകരണം. മണ്ണിടിച്ചിലിന് മനുഷ്യനിർമ്മിത ഘടകങ്ങൾ ഉദ്ധരിച്ചത് ഏത് ജില്ലയിലെ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്? വയനാട്.
വയനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രധാന കാരണം മഴ. വയനാട്ടിൽ തോട്ടങ്ങൾക്കായി ഗണ്യമായ മരങ്ങൾ മുറിച്ച വർഷം 1980. പുത്തുമല ഏത് പ്രാദേശിക ഭരണസമിതിയിൽപ്പെടുന്നു? മേപ്പാടി. മൺസൂൺ കാലത്ത് വയനാട്ടിൽ എത്ര മില്ലിമീറ്റർ മഴ ലഭിച്ചു? 2944 മില്ലിമീറ്റർ. ഏത് അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്? ബാണാസുര. കേരളത്തിൽ മഴയെക്കുറിച്ച് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്ന സർക്കാർ സ്ഥാപനം IMD. ഏത് പ്രകൃതി പ്രതിഭാസമാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രാഥമിക കാരണം? മൺസൂൺ. വയനാടിൻ്റെ ഭൂപ്രദേശം കുന്നിൻപുറം. മണ്ണിനെയും അതിൻ്റെ സംരക്ഷണത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ വിവരിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക സംവേദനക്ഷമത ഉയർത്തിക്കാട്ടുന്ന റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിലെ സെൻസിറ്റീവ് പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത വർഷം 2017. മൺസൂൺ കാലത്ത് കേരളത്തിലെ പ്രധാന കാലാവസ്ഥ മഴ. മഴയോര പ്രദേശങ്ങളിലെ മണ്ണൊലിപ്പിൻ്റെ പ്രധാന കാരണം വനനശീകരണം. വയനാട്ടിൽ എന്ത് ദുരന്ത നിവാരണ നടപടിയാണ് ഫലപ്രദമായത്? ഒഴിപ്പിക്കൽ. പുറൈക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നത് വയനാട്. പുറൈക്കിഴിനാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം തിരുനെല്ലി ശാസനം. സ്വന്തം പേരിൽ സ്ഥലമില്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറച്ച് വീടുകൾ ഉള്ള ജില്ല വയനാട്. ദേശീയപാതാ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട്. കാപ്പിയും ഇഞ്ചിയും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ചത് വയനാട്. വർഷം 1875. സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച രാജാവ് ടിപ്പു സുൽത്താൻ. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. ആദിവാസി വിഭാഗമായ കിടങ്ങളുടെ സാന്നിധ്യം കാരണം കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല വയനാട്. നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകൾ ഉള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല വയനാട്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം. ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ബാണാസുര സാഗർ. ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണ് അണക്കെട്ട് അല്ലെങ്കിൽ എർത്ത് ഡാം ബാണാസുര സാഗർ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കരമനത്തോട് കബനി. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ്. സ്ഥിതി ചെയ്യുന്ന നദി കബനി. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട്. മൈസൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. പുരളി ചെമ്മാൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഹൃദയാകൃതിയിലുള്ള കായൽ സ്ഥിതി ചെയ്യുന്നത് മേപ്പടി. മുത്തങ്ങ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. സംരക്ഷിത മൃഗം ആന. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്. മുത്തങ്ങ ഭൂസമരം നടന്ന വർഷം 2003. അപൂർവ ഇനം പക്ഷികളെ കാണാനാവുന്ന വയനാട്ടിലെ പ്രദേശം പക്ഷിപ്പാതാളം. സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര ബ്രഹ്മഗിരി. തെക്കൻ കാശി, ദക്ഷിണ കാശി എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം.
കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി SK പൊറ്റക്കാട് എഴുതിയ നോവൽ വിഷകന്യക. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട്. പ്രാചീന ശിലാലിഖിതങ്ങൾ ഉള്ള എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മല. 1890 എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ഫ്രെഡ് ഫോസെറ്റ്. പൂക്കോട് ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.